ഹായ് വെൽക്കം ബാക്ക് ടു ഡയറി ഓഫ് എലക്വൻസ്. ഇതൊരു സ്മോൾ മേക്ക് ഓവർ വീഡിയോ ആണ്. ഈ വീഡിയോ ആക്ച്വലി ഞാൻ 2 years ബാക്ക് എടുത്തൊരു വീഡിയോ ആണ്. മീൻസ് 2 years മുമ്പ് എനിക്കങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വന്നപ്പോൾ ആഗ്രഹം അങ്ങനെ നീണ്ടു പോയി. ആൻഡ് ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ക്രിയേറ്റീവ് ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ്. എന്താവുമെന്ന് നോക്കാം. 2 years ബാക്ക് യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരിക്കലും വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. ആൻഡ് ഐ എം നെർവസ് വൈൽ റെക്കോർഡിങ് ദിസ്. അതുകൊണ്ട് എന്താ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല. ബട്ട് എൻ്റെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് പോയാൽ പോരാ എന്നൊരു തോന്നൽ. അങ്ങനെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് എടുത്തതായതുകൊണ്ട് ഇപ്പോൾ ഈ റൂം ഇങ്ങനെയൊന്നും അല്ല, ഇത്രയും ക്ലീൻ ആൻഡ് ടൈഡി അല്ല, ഒരുപാട് മാറി ഇപ്പോൾ. അതുകൊണ്ട് അപ്കമിങ് വീഡിയോസിലൊന്നും സെയിം കണ്ടീഷൻ ആയിരിക്കില്ല റൂമുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല, കാണുമ്പോഴന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഉണ്ടായിരിക്കാം. Rivers whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. ഹായ് അഗൈൻ. ഇനി ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഇതെൻ്റെ ക്രിക്കറ്റ് മേക്കർ 3. ഞാൻ ഈ മേക്ക് ഓവർ വീഡിയോ ചെയ്യുന്ന ഡേയ്സിലാണ് ഈ മെഷീനും വന്നത്. സോ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡിൽ വേറൊരു ക്രിക്കറ്റ് മേക്കർ 3 കാണുന്നുണ്ടാവും. എന്തിനാ 2 എന്ന് ചോദിച്ചാൽ അതിന് ചെറിയൊരു സ്റ്റോറി ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഈ ഒരു മെഷീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങിയതാണ്. ബട്ട് ഇപ്പോഴും എനിക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കൂടുതൽ വീഡിയോസും ക്രിക്കറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യാനാണ്. എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചായിട്ട് ബ്രേക്ക് ആയിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്മോൾ ബിസിനസ് വേറെ ഒന്നുമല്ല, ഒരു ഓൺലൈൻ ജേർണലിംഗ് സപ്ലൈസിൻ്റെ ഷോപ്പാണ്. ജേർണലിംഗ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ സ്റ്റിക്കേഴ്സ് ആൻഡ് പാറ്റേൺ പേപ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ആസ് ഓഫ് നൗ. ഇനി പിന്നീട് എല്ലാ പ്രോഡക്ട്സും ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഞാൻ ഓൺ ഡിസൈൻ ചെയ്യുന്നതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചതാണ്. എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് റൂമിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പോസിറ്റീവ് ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ. പക്ഷേ എനിക്കിവിടെ അങ്ങനെ ഒരുപാട് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുന്ന ഷോപ്പൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് കോയമ്പത്തൂർ പോയ സമയത്ത് അവിടുന്ന് ഫ്ലവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്.
clouds where the shadows play. The wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. അപ്പോൾ ഈ ചാനലിൽ കൂടുതലും പെയിൻറ്റിങ്, ജേർണലിങ്, ക്രാഫ്റ്റിംഗ് അതിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റഡ് ഏരിയാസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. ചാനലൊന്ന് കയറി നോക്കണം. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, എന്തൊക്കെയാണ് സജഷൻസ് എന്നൊക്കെ പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.